ഓം നമ ശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവയ്ക്കുന്ന വിഷയം 2025 ജനുവരി മാസം 18-ാം തീയതി ശനിയാഴ്ച ദിവസത്തെ നക്ഷത്രഫലമാണ്. നക്ഷത്രഫലം ശ്രദ്ധയോടുകൂടി കേൾക്കുക. പ്രിയമുള്ളവരെ, ഈ ശനിയാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ 1200-ാം ആണ്ട് മകരമാസം 5-ാം തീയതിയാണ്. മകരമാസം 5-ാം തീയതിയിലെ ഗ്രഹനില ഒന്ന് പറഞ്ഞിട്ട് നക്ഷത്രഫലം പറയാം. മകരമാസം 5-ാം തീയതിയിലെ ഗ്രഹനില എന്ന് പറഞ്ഞാൽ വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം ഇടവൻ രാശിയിൽ നിൽക്കുന്നു. അതുപോലെ തന്നെ ചൊവ്വ കർക്കിടകൻ രാശിയിൽ നീചനായിട്ട് നിൽക്കുന്നു. ചന്ദ്രൻ ചിങ്ങൻ രാശിയിൽ കൂടി കടന്നു പോകുന്നു. അതുപോലെ തന്നെ ബുധൻ ധനുരാശിയിൽ നിൽക്കുന്നു. സൂര്യൻ മകരൻ രാശിയിൽ നിൽക്കുന്നു. ശുക്രനും ശനിയും കുംഭൻ രാശിയിൽ നിൽക്കുന്നു. രാഹു മീനൻ രാശിയിൽ നിൽക്കുന്നു. കേതു കന്നി രാശിയിൽ നിൽക്കുന്നു. ഇതാണ് ഗ്രഹനില. ഈ ഗ്രഹനില വെച്ചാണ് ഞാൻ നക്ഷത്രഫലം പറയുന്നത്. ഇതൊരു ആരുടെയും വ്യക്തിപരമായ ഗ്രഹനില വെച്ചല്ല പറയുന്നത്. അപ്പോൾ ഞാൻ ഈ പറയുന്ന നക്ഷത്രഫലം ഒരുപക്ഷെ നിങ്ങൾക്ക് ബാധകമാകാം, ബാധകമാകാതിരിക്കാം. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓരോ ദിവസത്തെയും ഗ്രഹനില വെച്ചാണ് പറയുന്നത്. ഈ ഗ്രഹനില നിങ്ങളുടെ വീടുകളിലുള്ള കലണ്ടറിലുള്ളെങ്കിൽ പഞ്ചാംഗത്തിലുള്ളതാണ്. അത് വെച്ചാണ് പറയുന്നത്. ആരുടെയും വ്യക്തിപരമായ ഗ്രഹനില എടുത്തു വെച്ചല്ല പറയുന്നത്. അതുകൊണ്ട് മോശം കമൻറ്റുകൾ ചെയ്യുന്നവർ ഒന്ന് മനസ്സിലാക്കുക. ഞാൻ ഈ പറയുന്നത് ഒരുപക്ഷെ ഒരു 60% വരെ നിങ്ങളുടെ ജീവിതത്തിൽ ബാധകമാകാം, ചിലപ്പോൾ ബാധകമാകില്ല. അതിൻ്റെ കാരണം പറയാം. എന്തുകൊണ്ട് ബാധകമാകില്ല? അപ്പോൾ അത് ചോദിക്കുന്നവർക്ക് ഞാൻ പറഞ്ഞിരുന്ന മറുപടി എന്താണെന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾ ജനിച്ച സമയത്തെ ഗ്രഹനിലയിൽ ഗ്രഹങ്ങളെല്ലാം നല്ല ബലവാന്മാരായിരുന്നു എങ്കിൽ, ശുഭസ്ഥാനത്താണ് നിന്നിരുന്നതെങ്കിൽ നിങ്ങളൊരു നല്ല ജീവിത സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നൊരു വ്യക്തിയായിരിക്കും. നിങ്ങൾ ജ്യോതിഷത്തെ ഒരിക്കലും തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഗ്രഹങ്ങൾ അനിഷ്ടസ്ഥാന സ്ഥിതിയിലൊക്കെ ആണെങ്കിൽ അവരുടെ ജീവിതത്തിലാണ് ഉയർച്ചകളും താഴ്ചകളും കോട്ടങ്ങളും ജീവിതം അങ്ങനെ ഒരു വളരെ കഷ്ടതയിലും പ്രയാസത്തിലൂടെ കടന്നു പോകുന്നവർ. അപ്പോൾ അവരൊക്കെയാണ് ജ്യോതിഷത്തെ ആശ്രയിക്കുന്നവർ. അപ്പോൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ജനന സമയത്തെ ഗ്രഹനിലയിലെ ഗ്രഹങ്ങളുടെ ബലമാണോ, ചാരവശാലുള്ള ഗ്രഹങ്ങളുടെ ബലമാണോ ഏറ്റവും കൂടുതൽ ശക്തിയുള്ളത്, അതും പ്രകാരമാണ് അനുഭവത്തിൽ നിങ്ങൾക്ക് ജീവിതാനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പറയുമ്പോൾ ശനി ഇവർക്ക് കർക്കിടകക്കുറുകാർക്ക് അഷ്ടമത്തിൽ ശനി നിൽക്കുന്നു, ദോഷം ചെയ്യുമെന്ന് ഞാൻ പറയുകയാണ്. അഷ്ടമത്തിലെ ശനി ദോഷം ചെയ്യുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. ഞാൻ അതുപോലെ അങ്ങ് പറഞ്ഞു. പക്ഷെങ്കിൽ നിങ്ങൾക്ക് യാതൊരുവിധ ദോഷവും സംഭവിക്കത്തില്ല. നിങ്ങളുടെ ദാമ്പത്യ ജീവിതം വളരെ സന്തോഷത്തിലും ആനന്ദത്തിലുമായിരിക്കാം. അപ്പോൾ നിങ്ങൾ ഉടനെ ഒരു കമൻറ്റ് എഴുതും, ഫ്രോഡെന്ന്. ഒറ്റ വാക്കിൽ ഒരു ഫോൺ എടുത്ത് വെച്ച് എഴുതേണ്ടി ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, സമയം കളയണ്ടല്ലോ. ഫോൺ ചേർത്ത് വെച്ച് അങ്ങ് പറയുക, വായോട് ചേർത്ത് വെച്ച് ഫ്രോഡെന്നൊരു കമൻറ്റ് അങ്ങ് ഇടും. വളരെ മിടുക്കൻ. പക്ഷേ എനിക്കറിയാം നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഇട്ടതെന്നുള്ളത് എനിക്കറിയാം. കാരണം നിങ്ങൾ ജനിച്ച സമയത്ത് ശനി എന്ന് പറയുന്ന ഗ്രഹം ദോഷം ചെയ്യാത്തൊരു ഗ്രഹമായതുകൊണ്ട് നിങ്ങൾക്ക് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ പറയുന്നു, ആയില്യം നക്ഷത്ര ജാതകനും പുണർദം കാല് പൂയം ആയില്യം നക്ഷത്ര ജാതകർക്ക് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ഞാൻ പറയുമ്പം ഇത് കേൾക്കുന്ന ഒരു ആയില്യം നക്ഷത്ര ജാതകൻ ഉടനെ ഫ്രോഡെന്ന് എഴുതി. അവന് പ്രശ്നമൊന്നുമില്ല. കാരണം എന്താണ്? അവൻ ജനിച്ച സമയത്ത്, ആ ജാതകൻ ജനിച്ച സമയത്ത് ഈ ശനി ദോഷം ചെയ്യാത്തൊരു ഗ്രഹമായിരുന്നു. പക്ഷേ മറ്റു പലർക്കും ദോഷം ചെയ്യുന്ന ഗ്രഹമായിരിക്കാം. അപ്പോൾ ഞാനിവിടെ പറയുന്നത് എന്താണ്? ജ്യോതിഷം പറയുന്നത് ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ 7-ാം ഭാവത്തിൽ കൂടിയും 8-ാം ഭാവത്തിൽ കൂടിയൊക്കെ ശനി പോകുമ്പോൾ ദോഷമാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ ജനിച്ച വ്യക്തിക്ക് അവരുടെ സംസ്കാരം, ഒരുപക്ഷെ ബുധൻ എന്ന് പറയുന്ന ഗ്രഹം അവർ ജനിച്ച സമയത്ത് അനുകൂലമല്ല. അപ്പോൾ അവർക്ക് അതുകൊണ്ട് സാംസ്കാരികമായിട്ടുള്ള പിന്നോക്കാവസ്ഥ അവരിൽ ഉണ്ടാകും. അവരുടെ നാവിൽ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ചീത്ത വരുന്നൊരു സ്വഭാവമൊക്കെ ഉണ്ടാകും. അത് ബുധൻ അനിഷ്ടസ്ഥാനത്ത് നിൽക്കുമ്പോഴാണ് അങ്ങനെയുള്ളവർക്ക് ഈ തെറി പറയുന്നൊരു സ്വഭാവം ഉണ്ടാകുന്നത്. അതായത് നല്ല വാക്കുകളും നല്ല രീതിയിൽ ചാതുര്യവും മാധുര്യവുമുള്ള വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരോട് സംസാരിക്കുന്നത് സരസ്വതി ദേവിയുടെ അനുഗ്രഹമുള്ളവരാണ്. അവരൊരു വിമർശനം ഉന്നയിച്ചാൽ പോലും അത് കേൾക്കാൻ വളരെ ഇമ്പമാണ്. നല്ല വാക്കുകൾ കൊണ്ടാണ് അവർ വിമർശനം ഉന്നയിക്കുന്നത്. അതേസമയത്ത് സരസ്വതി ദേവിയുടെ അനുഗ്രഹമില്ലാത്തവർ, ജനിച്ച സമയത്ത് ബുധൻ എന്ന് പറയുന്ന ഗ്രഹം അനിഷ്ടസ്ഥിതിയുള്ളൊരു ജാതകൻ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ചീത്ത പറയും. ഈ പ്രകൃതിയിലേക്ക് നമ്മൾ നോക്കിയാൽ ഈ പ്രകൃതി ഒരുപോലെയല്ല. ഈ പ്രകൃതിയിൽ മലകളുണ്ട്, കുന്നുകളുണ്ട്, താഴ്വാരങ്ങളുണ്ട്, ചെറിയ നദികളുണ്ട്, വലിയ നദികളുണ്ട്, ദോഷം ചെയ്യുന്ന നദികളുണ്ട്, ദോഷം ചെയ്യുന്ന മലകളുണ്ട്, അങ്ങനെ ഉയരം കുറഞ്ഞ ചെടികളുണ്ട്, ഉയരം കൂടിയ ചെടികളുണ്ട്, അതുപോലെ തന്നെ വലിയ വടവൃക്ഷങ്ങളുണ്ട്. അങ്ങനെ പല രീതിയിലാണ് ഈ പ്രകൃതിയെ പ്രകൃതീശ്വരൻ സൃഷ്ടിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ എൻ്റെ ഈ ചാനലിൽ കൂടി നക്ഷത്രഫലം കേൾക്കുന്നവർ വ്യത്യസ്തരാണ്. അവർ വ്യത്യസ്ത സ്വഭാവമുള്ളവരാണ്. അവരവരുടെ സ്വഭാവം പ്രകടിപ്പിക്കും.
അതിപ്പം ഞാൻ എന്ത് ചെയ്യാനാ? അവരെ ഭയപ്പെട്ട് ഓടിച്ചെന്ന് എനിക്ക് എപ്പോഴും അവരുടെ കമൻറ്റ് റിമൂവ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഞാൻ ഭയപ്പെടുന്നൊരു വ്യക്തിയാണെന്നുള്ളതാണ്. ഞാൻ ഭയപ്പെടുന്നൊരു വ്യക്തിയല്ല, ഞാൻ സത്യം പറയുന്നൊരു വ്യക്തിയാണ്. എനിക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. എനിക്ക് മഹാദേവനെ മാത്രം ഭയപ്പെട്ടാൽ മതി. ഞാൻ ചെയ്യുന്ന ഒരു ജോലി സത്യസന്ധമാണെങ്കിൽ ഞാൻ ആരെ ഭയപ്പെടണം? ആരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ മോശമായ കമൻറ്റുകൾ രേഖപ്പെടുത്തുന്നത് അവരുടെ അറിവനുസരിച്ചാണ് അവർ അത് രേഖപ്പെടുത്തുന്നത് എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. എനിക്ക് അവരോട് യാതൊരു ശത്രുതയോ പിണക്കമോ ഒന്നുമില്ല. അവർ ഫ്രോഡെന്ന് വിളിച്ചാലും പ്രശ്നമില്ല. ചിലർ താ കൂട്ടിയൊക്കെയാണ് കമൻ്റ് ഇടുന്നത്. അത് എനിക്കറിയാം. അവർക്ക് സരസ്വതി ദേവിയുടെ അനുഗ്രഹമില്ലാത്തവരാണ്, ഈശ്വരാധീനമില്ലാത്തവരാണ്. അവരൊന്ന് പറഞ്ഞതിന് രണ്ടാമത്തെ തന്നെ അവരുടെ വായിൽ അതേ വരത്തുള്ളൂ. ഇപ്പം നമ്മളെന്ത് ചെയ്യാൻ പറ്റും? അതൊക്കെ നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളൊക്കെ നമ്മൾ കാണുക, കേൾക്കുക, അതിനെ അങ്ങ് മറക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നവർ മനസ്സിലാക്കുക, ഞാൻ ഓരോ ദിവസവും പറയുന്നത് ഓരോ ദിവസത്തെയും ഗ്രഹനില വെച്ചാണ്, ഒരു വ്യക്തിയുടെയും ജാതകം എടുത്തു വെച്ചല്ല പറയുന്നത്. അത് മനസ്സിലാക്കണം. അപ്പോൾ അതും പ്രകാരമാണ് ഇത് ഇന്ന ഗ്രഹങ്ങൾ ഇന്ന രാശിയിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഇന്ന സംഭവിക്കുന്നു. ജ്യോതിഷാചാര്യന്മാർ എഴുതി വച്ചിരിക്കുന്നതാണ്. അതാണ് ഞാൻ പഠിച്ചു പറഞ്ഞത്. അപ്പോൾ അത് ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ അത് അനുഭവത്തിൽ വരാൻ മേലെന്നുണ്ട്. അപ്പോൾ ഉടനെ തന്നെ ഈ ഫ്രോഡെന്നും താകൂട്ടിയും മാകൂട്ടിയൊക്കെ വിളിക്കുന്നവർ അവർ സാംസ്കാരിക ശൂന്യരാണ്, അല്ലെങ്കിൽ ബുധൻ എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ അനുഗ്രഹമില്ലാത്തവരാണ്, ദൈവാധീനമില്ലാത്തവരാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നക്ഷത്രഫലം മേടക്കുറുകാരുടെ കാര്യം ആദ്യം ചിന്തിക്കാം. ഈ മേടക്കുറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക നാളുകാരെ സംബന്ധിച്ച് ഈ ശനിയാഴ്ച ദിവസം ശനി 11ാം ഭാവത്തിൽ നിൽക്കുന്ന ഒരു ശനിയാഴ്ച ദിവസമാണ്. ശനി ഒരു ശുഭഗ്രഹവുമായിട്ടാണ് ചേർന്ന് നിൽക്കുന്നത്, പാപഗ്രഹവുമായിട്ടല്ല ചേർന്ന് നിൽക്കുന്നത്, ശുഭഗ്രഹവുമായ ശുക്രനുമായിട്ടാണ് ചേർന്ന് നിൽക്കുന്നത്. അപ്പോൾ നല്ല അനുഭവങ്ങൾ തന്നെയാണ് മേടക്കുറുകാർക്ക് വരുന്നത് എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത്. പ്രത്യേകിച്ച് 11ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി ഒരു പാപഗ്രഹത്തിൻ്റെ സ്ഥാനമാണ് 11ാം ഭാവം. അവിടെ തന്നെയാണ് ശനി നിൽക്കുന്നത്. ആ ശനിയെ ഈ ജാതകർക്ക് നല്ല നേട്ടങ്ങളെയൊക്കെ കൊടുക്കുമെന്നാണ് പറയുന്നത്. ധനപരമായ നേട്ടമൊക്കെ കൊടുക്കുമെന്നാണ് പറയുന്നത്. സുഖകരമായ അനുഭവങ്ങൾ, നല്ല അനുഭവങ്ങളൊക്കെ കൊടുക്കുമെന്നാണ് പറയുന്നത്. പക്ഷെങ്കിൽ അവരുടെ മാതാവിനും ഇവർ ഏർപ്പെടുന്ന കാര്യങ്ങളിലും തടസ്സങ്ങൾ സൃഷ്ടിക്കപ്പെടുവാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു വിഷയം കൂടിയുണ്ട്. പക്ഷെങ്കിൽ ഒരു ശുഭഗ്രഹവുമായിട്ട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് അത് വലിയ ഒരു ദോഷമായിട്ട് വന്നു ചേരത്തില്ല എന്നുള്ളതാണ്. നൈസർഗികമായ ചില ഗ്രഹങ്ങൾക്ക് ശനിക്കൊരു നൈസർഗികമായ ഒരു സ്വഭാവമുണ്ട്. തടസ്സം സൃഷ്ടിക്കുക എന്ന് പറയുന്നൊരു ഗ്രഹം, ആ ഗ്രഹത്തിനൊരു പ്രത്യേകതയുണ്ട്. തടസ്സം സൃഷ്ടിക്കുക എന്ന് പറയുന്നൊരു സ്വഭാവമുണ്ട്. അപ്പോൾ ആ സ്വഭാവമൊന്ന് അല്പം കാണിച്ചാൽ പോലും കൂടെ നിൽക്കുന്ന ശുഭഗ്രഹം അതിനെ ഇല്ലാതാക്കി തരും. അതായത് ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ ആദ്യം ഒരു അല്പം തടസ്സം തോന്നിയാൽ പോലും പിന്നീട് അതെല്ലാം തടസ്സമെല്ലാം മാറി നേട്ടമായിട്ട് വന്നു ചേരുമെന്നുള്ളതാണ്. അങ്ങനെയാണ് നമ്മളതിനെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ മേടക്കുറുകാരെ സംബന്ധിച്ച് ശനിയാഴ്ച ദിവസം ഒരു കാര്യത്തിന് ഇറങ്ങി തിരിക്കുമ്പോൾ ആദ്യപടിയായിട്ടൊരു തടസ്സം തോന്നിയാലും ആ തടസ്സം പിന്നീട് മാറി ആ നല്ല അനുഭവമായിട്ട് അത് വന്നു ചേരും. ധനപരമായ നേട്ടവും അതുപോലെ തന്നെ കുടുംബസുഖവും തൊഴിൽപരമായുള്ള നേട്ടവും ദാമ്പത്യ ജീവിത വിജയവും ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും അനുകൂലമായി വന്നു ചേരുന്നൊരു ദിവസമാണ്. മാതാവിന് ചെറിയ പ്രതിസന്ധികൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്, എങ്കിലും അത് പിന്നീടൊരു ആശ്വാസമായി വന്നു ചേരുമെന്നുള്ളതും മനസ്സിലാക്കുക. ഇനിയും ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തികമുക്കാൽ, രോഹിണി, മകരം 2 പാദം നാളുകാരെ സംബന്ധിച്ച് സ്ഥാനക്കയറ്റം ലഭിക്കുവാൻ സാധ്യതയുള്ള ദിവസമാണ് ഈ ശനിയാഴ്ച ദിവസം. 10ാം ഭാവത്തിൽ ശനി ശുഭഗ്രഹവുമായിട്ടാണ് ചേർന്ന് നിൽക്കുന്നത്. അപ്പോൾ ഈ 10ലെ ശനി ജാതകർക്ക് ഒരു ജോലിയിൽ സ്ഥിരത കൊടുക്കത്തില്ലെന്നാണ് പറയുന്നത്. ജോലി മാറി മാറി ചെയ്യും. ജോലി ഒന്ന് തന്നെയാണെങ്കിലും പല സ്ഥാപനങ്ങളിൽ ഇങ്ങനെ മാറി മാറി ചെയ്യും. അപ്പോൾ ഈ ശനിയാഴ്ച ദിവസം അങ്ങനെ മാറി മാറി ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു സ്ഥാനക്കയറ്റത്തിൻ്റെ വക്കിൽ നിൽക്കുന്നവർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അതുപോലെ തന്നെ ഇവർക്ക് ഭാഗ്യഭാവത്തിലാണ് സൂര്യൻ നിൽക്കുന്നത്. ഭാഗ്യാനുഭവങ്ങളൊക്കെ, പിതാവ് മുഖേനയുള്ള ഭാഗ്യാനുഭവങ്ങളൊക്കെ ഇവർക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട്. എന്നാൽ ചിലർ പിതാവുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തിൽ എത്തിച്ചേരുവാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ ജാതകർക്ക് കുടുംബസുഖവും ധനപരമായ നേട്ടവും കാര്യമായി ഉണ്ടാകണമെന്നില്ല. അതുപോലെ തന്നെ ഈ ജാതകർക്ക് മോശമായ ചിന്താഗതികളും മോശം വാക്കുകൾ ഉപയോഗിച്ചുള്ള സംസാര രീതികളും ഉണ്ടാകുവാനും സാധ്യതയുള്ള ദിവസമാണ് ശനിയാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനിയും മിഥുനക്കുറാണ്. മിഥുനക്കുറിൽപ്പെട്ട മകരം 2 പാദം, തിരുവാതിര, പുണർതം, മുക്കാൽ നാളുകാർക്ക് 9ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി ഇവർക്ക് ഭാഗ്യാനുഭവങ്ങളെ കൊടുക്കുന്ന ഒരു ദിവസമായിരിക്കും ശനിയാഴ്ച ദിവസം. പ്രായമായവരിൽ നിന്നുള്ള സ്നേഹവും ബഹുമാനവും കരുതലുമൊക്കെ ഇവർക്ക് ലഭിക്കുന്നൊരു ദിവസമാണ്. പ്രത്യേകിച്ച് സ്ത്രീകളായിട്ടുള്ളവരുടെ ഭാഗത്തു നിന്നുള്ള നല്ല സഹായങ്ങളും ഭാഗ്യാനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് ഈ ശനിയാഴ്ച ദിവസം എന്നുള്ളതാണ് പ്രത്യേകത.
അപ്പോൾ ഇവർക്ക് കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ ഒരു സാധാരണ രീതിയിൽ പോകും. ദാമ്പത്യ ജീവിത വിജയവുമൊക്കെ ഏകദേശം അനുകൂലമായി പോകും. പക്ഷെങ്കിൽ തൊഴിലിടങ്ങളിൽ മേലധികാരിയുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തിനോ അല്ലെ തൊഴിലിടങ്ങളിൽ ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടിനോ ഒക്കെ സാധ്യതയുള്ള ഒരു അനുഭവം ഇവർക്ക് വന്നു ചേരാവുന്നൊരു ദിവസമാണ് ഈ ശനിയാഴ്ച ദിവസം എന്നുള്ളത് മിഥുനക്കുറുകാർ അറിഞ്ഞുകൊള്ളുക. ഇനി കർക്കിടകക്കുറാണ്. കർക്കിടകക്കുറിൽപ്പെട്ട പുണർദം കാല് പൂയമായില്ലെന്ന ആളുകാരെ സംബന്ധിച്ച് ശനി എന്ന് പറയുന്ന ഗ്രഹം അഷ്ടമത്തിൽ നിൽക്കുന്ന ഒരു ശനിയാഴ്ച ദിവസമാണ്. പക്ഷേ ശനി തനിച്ചല്ല അഷ്ടമത്തിൽ നിൽക്കുന്നത്, അഷ്ടമത്തിൽ ശുക്രനുമായിട്ട് ചേർന്നാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ വലിയ ഒരു അളവിൽ വന്നു ചേരാൻ ഇടയില്ല. എങ്കിലും ഒരു പ്രശ്നമുണ്ടാകുവാനുള്ള സാധ്യതയുടെ വക്കിൽ കൂടിയാണ് കടന്നു പോകുന്നത് എന്നുള്ളത് ആണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഏത് ഗ്രഹം അഷ്ടമത്തിൽ നിന്നാലും കഷ്ടത്തെ കൊടുക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു രീതിയിൽ നേട്ടത്തെ കൊടുത്താലും ഒരു ഗ്രഹം, ഇപ്പോൾ ശുഭഗ്രഹമായ ശുക്രൻ അഷ്ടമത്തിൽ നിന്നാൽ ദോഷം ചെയ്യത്തില്ല. ചില കാര്യങ്ങളിൽ ദോഷം ചെയ്യത്തില്ലെങ്കിലും ചില കാര്യങ്ങളിൽ ദോഷം ചെയ്യുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ജ്യോതിഷം വ്യക്തമാക്കുന്നുണ്ട് ഏത് ഗ്രഹം അഷ്ടമത്തിൽ നിന്നാലും കഷ്ടത്തെ കൊടുക്കുമെന്ന് പറയുന്നു. അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ അഷ്ടമഭാവം എന്ന് പറഞ്ഞാൽ ഭർത്താവിനെക്കുറിച്ച് ചിന്തിക്കുന്നൊരു ഭാവമാണ്, അല്ലെങ്കിൽ വിവാഹ ജീവിതത്തെക്കുറിച്ച് ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്നൊരു ഭാവമാണ്. അപ്പോൾ ഇവർക്ക് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റാത്തൊരു സാഹചര്യമാണ് നിലവിൽ നിൽക്കുന്നത്. ഒരു പക്ഷെങ്കിൽ ജനിച്ച സമയത്ത് ശനി ദോഷം ചെയ്യാത്ത ഗ്രഹമാണെങ്കിൽ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല. ജനിച്ച സമയത്ത് ശുക്രൻ അനുകൂലമായൊരു ഗ്രഹമാണെങ്കിൽ തീർച്ചയായിട്ടും ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല. ഈ രണ്ട് ഗ്രഹങ്ങളും ദോഷം ചെയ്യുന്നൊരു ഗ്രഹനിലയാണ് ജാതകന് ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും ശനിയാഴ്ച ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ ദാമ്പത്യ ജീവിതത്തിൽ വന്നു ചേരാൻ ഇടയുണ്ട് എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. കുടുംബസുഖവും ധനപരമായ നേട്ടവും ചെറിയ രീതിയിലൊക്കെ പോകുന്നൊരു ദിവസമാണ്. അതുപോലെ തന്നെ കർക്കിടകക്കുറുകാർക്ക് 7-ൽ സൂര്യൻ നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ 7-ലെ സൂര്യൻ എപ്പോഴും ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ സാധ്യത വർദ്ധിപ്പിക്കുന്ന ഒരു ഗ്രഹം കൂടിയാണ്. അപ്പോൾ അത് ശനിയാഴ്ച ദിവസം ഒരുപക്ഷെ വന്നില്ല എങ്കിൽ പോലും ഞായറാഴ്ച ദിവസം അതിന് സാധ്യത കൂടുതലാണ്. ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത കൂടുതലാണ്. ഒരുപക്ഷെ ശനിയാഴ്ച ദിവസം പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാനുള്ള വിഷയമുണ്ടായി അതങ്ങ് കടിച്ചു പിടിച്ച് സമന്വയം പാലിച്ച് നിന്നു. പക്ഷെങ്കിൽ ഞായറാഴ്ച ദിവസമായിരിക്കും അത് പൊട്ടിത്തെറിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ വന്നു ചേരാൻ ഇടയുള്ള ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ് പ്രിയപ്പെട്ടവർ അറിഞ്ഞിരിക്കേണ്ടത്. അതനുസരിച്ചൊക്കെ പ്രവർത്തിക്കുക. ഇനിയിപ്പോൾ ഇത് ഞാൻ പറയുന്നത് കേട്ടുകൊണ്ട് ഒരു വ്യക്തിക്ക് നീ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ദാമ്പത്യ പ്രശ്നങ്ങളൊന്നുമില്ല, ഭാര്യയും ഭർത്താവും സന്തോഷമായിട്ടാണ് പോകുന്നതെങ്കിൽ ഞാൻ ഈ പറയുന്നത് അയാൾക്ക് ഇഷ്ടപ്പെടത്തില്ല, അയാൾ അന്നേരം എനിക്ക് ഒരു മോശം വാക്കുപയോഗിച്ചൊരു കമൻറ്റ് രേഖപ്പെടുത്തും. അത് അങ്ങനെ കമൻറ്റ് രേഖപ്പെടുത്തുമ്പോൾ അദ്ദേഹത്തിന് അതിൻ്റേതായ ഒരു അനുഭവമാണ് പിന്നീട് ഉണ്ടാകുക. കാരണം തിരിച്ചറിവില്ലാതെ ഒരു കമൻറ്റ് രേഖപ്പെടുത്തുന്നതല്ലേ. അപ്പം പിന്നീട് മോശമായ ഒരു അനുഭവമായിരിക്കും അതേ തുടർന്ന് ഉണ്ടാകുക എന്നുള്ളതാണ് ഈ ജ്യോതിഷം പറയുന്നത്. ഇനി ചിങ്ങക്കുറുകാരുടെ കാര്യം പറയാം. ചിങ്ങക്കുറിൽപ്പെട്ട മകം പൂര ഉത്രം കാൽ നാളുകാർക്ക് അവർക്ക് ഈ ശനിയാഴ്ച ദിവസം ചന്ദ്രൻ ജന്മഭാവത്തിൽ നിൽക്കുകയും ശനി 7 നിൽക്കുകയും ചെയ്യുന്നു. ശത്രുത വന്നു ചേരുന്നൊരു ദിവസമാണ്. ഈ ചിങ്ങക്കുറുകാരെ സംബന്ധിച്ച് ശനിയാഴ്ച ദിവസം ശത്രുത വന്നു ചേരുന്നൊരു ദിവസമാണ്. അവർക്ക് സഹോദരങ്ങളെ കൊണ്ടും സുഹൃത്തുക്കളെ കൊണ്ടൊക്കെയുള്ള ശത്രുത വന്നു ചേരാം. പ്രായമായവരും മുതിർന്നവരുമായിട്ടുള്ളവരുടെ ഭാഗത്തു നിന്നുള്ള ശത്രുതകൾ വന്നു ചേരാം. അങ്ങനെ ശത്രുത വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ്. അതുപോലെ തന്നെ ഇവരുടെ മാതാവിന് പ്രതിസന്ധി ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണ്. അപ്പോൾ ഒരു ശത്രുതയാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് അവർക്ക് പല വിധത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത്. എന്നാൽ ചിലരെ സംബന്ധിച്ച് ഈ ദോഷമുണ്ടാകണമെന്നില്ല. കാരണം അവർ ജനിച്ച സമയത്ത് ശനിയും ശുക്രനും ഒന്നും ദോഷം ചെയ്യാത്ത ഗ്രഹമാണെങ്കിൽ അവർക്ക് അവരുടെ മാതാവിന് യാതൊരുവിധ പ്രതിസന്ധി ഉണ്ടാകത്തില്ല, ശത്രുതയൊന്നും വന്നു ചേരത്തില്ല. അവർ നല്ല രീതിയിൽ മുമ്പോട്ട് പോകും. ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളും ഒന്നും ഉണ്ടാകാതെ അവർ കടന്നു പോകും. ജനിച്ച സമയത്ത് ശുക്രനും ശനിയും ചന്ദ്രനെ ശത്രുവായിട്ട് കാണുന്ന ഒരു ഗ്രഹസ്ഥിതി ഉള്ളവരാണെങ്കിൽ മാത്രമേ അവർക്ക് പ്രതിസന്ധി ഉണ്ടാകൂ എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പോൾ ഞാനിങ്ങനെ പറയുമ്പോൾ ഒരുപക്ഷെ ഗ്രഹനില കയ്യിലുള്ളവർക്ക് അറിയാമല്ലോ. ഗ്രഹനില കയ്യിലുള്ളവർക്ക് നോക്കുക, കുംഭൻ രാശിയിലാണോ അവരുടെ ഗ്രഹനില പ്രകാരം ഈ ശനിയും ശുക്രനും നിൽക്കുന്നത്, ചന്ദ്രൻ ചിങ്ങൻ രാശിയിലാണോ നിൽക്കുന്നത് എന്നുള്ള ഗ്രഹനില എടുത്ത് വെച്ച് നോക്കുമ്പോൾ അറിയാം ശത്രുത ഉണ്ടോ ഇല്ലെന്നറിയാം. അപ്പോൾ അങ്ങനെയൊക്കെ വീണ്ടും വിചാരത്തോടു കൂടി ഈ പ്രവർത്തിച്ചാൽ, ചിന്തിച്ചാൽ ഈ മോശം കമൻറ്റുകളൊക്കെ ഒന്ന് ഒഴിവായി കിട്ടും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. ചിലർ ചുമ്മാ ചാടിക്കയറി ഫോൺ എടുത്ത് വെച്ച് ഈ വോയിസ് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ടൈപ്പ് ആവുമല്ലോ.
ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, അക്ഷരം ടൈപ്പായി എഴുതി വരും, അല്ലെങ്കിൽ അക്ഷരം എഴുതി വരും. അപ്പോൾ അതുകൊണ്ട് അന്നേരം തന്നെ ഈസിയായിട്ട് അങ്ങ് ചെയ്യുക. എന്താണെന്ന് ചിന്തിക്കാൻ പോലും സമയം വേണ്ട, അതിനു മുമ്പ് അങ്ങ് എഴുതുക. അവർക്ക് അവരുടെ സമയദോഷം അത്രയ്ക്കുണ്ടെന്നുള്ളതാണ് അവിടെ അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പോൾ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് തൊഴിൽപരമായുള്ള നേട്ടമൊക്കെ അവർക്ക് അനുകൂലമാണെങ്കിലും അവരുടെ ജീവിതത്തിൽ ഒരു ദോഷവശമാണ് ശനിയാഴ്ച വന്നു ചേരാനുള്ള ശത്രുത, അല്ലെങ്കിൽ മാതാവിന് പ്രതിസന്ധി, ദാമ്പത്യ ജീവിതത്തിൽ പ്രതിസന്ധി. ഈ 3 കാര്യങ്ങളാണ് ശനി കൊടുക്കുന്നത് എന്നുള്ളത്. തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അനുകൂലമായിരിക്കാം, മറ്റു കാര്യങ്ങളൊക്കെ അനുകൂലമാകാം, മക്കളെ കൊണ്ടുള്ള കാര്യങ്ങളൊക്കെ അനുകൂലമാകാം. ചിലർക്ക് ജോലിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകാം, ചിലർക്ക് ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് ഇഷ്ടം പോലെ പൈസ കിട്ടും, ഒന്നിനും തികയാത്ത അനുഭവങ്ങളുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ മറ്റ് ഒരുപാട് അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിലും പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇതാണെന്നുള്ളത് മനസ്സിലാക്കുക. ഇനി കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിര 2 പാദം നാളുകാർക്ക് 6-ാം ഭാവത്തിലാണ് ശനി നിൽക്കുന്നത്. ശനി 6-ാം ഭാവത്തിൽ നിന്നാൽ ദോഷം ചെയ്യത്തില്ല. ശത്രുത, രോഗം, കടം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശനി തടസ്സം സൃഷ്ടിച്ച് അവിടെ ഇവർക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകില്ലെന്നാണ് പറയുന്നത്. പക്ഷെങ്കിൽ ജനിച്ച സമയത്ത് ഈ ശനി ദോഷം ചെയ്യുന്ന ഒരു ഗ്രഹമാണെങ്കിൽ കടഭാരത്താൽ വലയും, ശത്രുതകളാൽ വലയും, ഒരു കാര്യത്തിന് നീക്കുപോക്കുണ്ടാകത്തില്ല, വലിയ പ്രതിസന്ധി തന്നെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. കാര്യവിജയം ഉണ്ടാകത്തില്ല, ഒരു കാര്യത്തിലും തീരുമാനം ഉണ്ടാകത്തില്ല, അങ്ങനെയുള്ള പ്രതിസന്ധിയൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ ശുക്രൻ 6-ാം ഭാവത്തിൽ നിന്നാലും ദോഷമാണ്. അപ്പോൾ അങ്ങനെ കന്നിക്കൂറുകാർക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ദിവസമല്ല, പ്രതീക്ഷയൊന്നും ഉണ്ടാകുന്ന ദിവസമല്ല ഈ ശനിയാഴ്ച ദിവസം എന്നുള്ളത്. പിന്നെ ദശാകാലത്തിൻ്റെ നേട്ടമുള്ളവർ, അതായത് ഓരോ പ്രായത്തിലുള്ളവർക്ക് അതിൻ്റേതായ ദശാകാലം വരും. അപ്പോൾ ആ ദശാകാലത്തിൻ്റെ നേട്ടമുള്ളവർക്ക് ഈ പറയുന്ന ഒന്നും ബാധകമല്ല. അതിപ്പം 30 വയസ്സ് മുതൽ 40 വയസ്സുള്ളവർക്കൊരു ദശാകാലമാണ്, 40 മുതൽ 50 വയസ്സ് വരെയുള്ളവർക്ക് മറ്റൊരു ദശാകാലമാണ്, 50 മുതൽ 60 വയസ്സുള്ളവർക്ക് മറ്റുള്ളൊരു ദശാകാലമാണ്. അപ്പോൾ ഓരോ ദശാകാലത്ത് ഇങ്ങനെ ഓരോ അനുഭവങ്ങളാണ് വരുന്നത്. ദശാകാല നാഥന്മാർ മാറിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഈ ദശാകാലം എന്ന് പറയുന്ന ഒരു ഗ്രഹം മാത്രമല്ല അവിടെ ഫലം നൽകുന്നത്. ഒരു ദശാകാലത്ത് 9 ഗ്രഹങ്ങളും അവിടെ ഫലം തരും. അതായത് ഇപ്പം വ്യാഴത്തിൻ്റെ ദശാകാലമാണെങ്കിൽ വ്യാഴം ആദ്യത്തെ 2.5 വർഷമായിരിക്കും അതിൻ്റെ സ്വന്തം അപകാര സമയം. ചിലപ്പോൾ അത് നല്ലത് വരാം. ജനിച്ച സമയത്തെ ഗ്രഹനിലയിൽ വ്യാഴം അനുകൂലമായ സ്ഥിതിയിലാണ് നിൽക്കുന്നതെങ്കിൽ നല്ലത് വരും, ഇല്ലെങ്കിൽ മോശമായ അനുഭവമായിരിക്കും. തൊട്ടു പിന്നാലെ വരുന്നത് ശനിയാണ്. ശനിയും ജനിച്ച സമയത്ത് അനിഷ്ടസ്ഥാന സ്ഥിതനാണെങ്കിൽ ദോഷമേ വരികയുള്ളൂ, നല്ലതൊന്നും വരത്തില്ല. അപ്പോൾ ചിലർ പറയും വ്യാഴം ഇപ്പം ഗ്രഹനിലയിൽ നല്ല ഭാവത്തിലാണ് നിൽക്കുന്നത്, വ്യാഴദശാകാലം ഉത്തമമായ സ്ഥിതിയാണെന്ന് പറയും, നല്ല നേട്ടം 16 വർഷവും നേട്ടമാണെന്ന് പറയും. പക്ഷേങ്കിൽ ചിലപ്പോൾ ആ ആദ്യത്തെ 2.5 വർഷം മാത്രമേ നേട്ടം കാണുകയുള്ളൂ. പിന്നീട് മറ്റ് ഗ്രഹങ്ങളെല്ലാം അനിഷ്ടസ്ഥാന സ്ഥിതിയിലാണെങ്കിൽ, ഈ വ്യാഴത്തിൻ്റെ അനിഷ്ടസ്ഥാന സ്ഥിതിയിലാണെങ്കിൽ ഈ ഗ്രഹങ്ങളൊന്നും വ്യാഴത്തിന് ദശാകാലത്ത് നേട്ടത്തെ കൊടുക്കത്തില്ല. അതായത് വ്യാഴത്തിൻ്റെ ദശാകാലത്ത് ഈ ജാതകന് നേട്ടത്തെ ഒന്നും കൊടുക്കത്തില്ല. അപ്പോൾ വ്യാഴം നിൽക്കുന്ന ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇപ്പം വ്യാഴം കർക്കിടകൻ രാശിയിൽ ഉച്ചനായിട്ട് നിൽക്കുകയാണെങ്കിൽ മറ്റ് ഗ്രഹങ്ങൾ വ്യാഴത്തിനോട് അനുബന്ധിച്ച് നിൽക്കണം, വ്യാഴത്തിന് ദോഷം ചെയ്യാത്ത വിധത്തിൽ നിൽക്കണം. എങ്കിൽ മാത്രമേ ആ ജാതകന് ഈ വ്യാഴദശാകാലം പൂർണ്ണമായിട്ടുള്ള നേട്ടത്തെ കിട്ടത്തുള്ളൂ. ഇപ്പം ഈ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് അത്ത നക്ഷത്ര ജാതകർ വ്യാഴദശയിൽ കൂടി കടന്നു പോകുന്നവരുണ്ട്, രാഹു ദശാകാലത്തിൽ കൂടി കടന്നു പോകുന്നവരുണ്ട്, ശനി ദശാകാലത്തിൽ കൂടി കടന്നു പോകുന്നവരുണ്ട്, ബുധ ദശാകാലത്തിൽ കൂടി കടന്നു പോകുന്നവരുണ്ട്. ഇപ്പോൾ ഇവരുടെ ദശാകാലം അനുസരിച്ചുള്ള ഒരനുഭവം അവരുടെ ജീവിതത്തിൽ എന്തായാലും വരും. അതാണോ ബലം, അഥവാ ഇപ്പോഴത്തെ അതായത് ഈ 5-ാം തീയതിയിലെ ഗ്രഹനിലയ്ക്കാണോ ബലം എന്നുള്ളതനുസരിച്ചാണ് അവർക്ക് ഫലം വരിക. അപ്പോൾ അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ 5-ാം തീയതിയിലെ ഗ്രഹനില പ്രകാരമാണ് ബലം ഉള്ളത്. ഇപ്പോൾ 5-ാം തീയതി ചന്ദ്രൻ ഇവർക്ക് 12-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. കന്നിക്കൂറുകാരെ സംബന്ധിച്ച് 12-ാം ഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. അത് നല്ല സാഹചര്യമല്ലല്ലോ. അപ്പോൾ ചന്ദ്രൻ 12-ാം ഭാവത്തിൽ നിൽക്കുന്നത് ദോഷമാണ്. ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, മാനസികമായുള്ള പ്രതിസന്ധികൾ, പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്നൊരു ദിവസമാണ്. മാതാവിനും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്നൊരു ദിവസമാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. എന്നാൽ ജനിച്ച സമയത്ത് ഈ ചന്ദ്രൻ ബലവാനായിട്ട് ശുക്ലപക്ഷ ചന്ദ്രനാണ്, വെളുത്തവാവിനോടനുബന്ധിച്ചുള്ള സമയത്തൊക്കെയാണ് ബലമുള്ള ചന്ദ്രനായിട്ടാണ് ആ ഗ്രഹനിലയിലുള്ളതെങ്കിൽ ഈ ശനിയാഴ്ച ദിവസം അവർക്ക് ഈ പറഞ്ഞ ഒരു അനുഭവം ഉണ്ടാകത്തില്ല. കാരണം അന്ന് ജനിച്ച സമയത്ത് ചന്ദ്രൻ സ്ട്രോങ് ആയിരുന്നു. അപ്പോൾ ഇന്ന് 12-ൽ നിന്നെന്ന് പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. അപ്പോൾ ഇതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കി വേണം ഈ ആൾക്കാർ കമൻറ്റ് രേഖപ്പെടുത്തുവാൻ. അപ്പോൾ കമൻറ്റ് ചാടിക്കയറി കമൻറ്റ് പെട്ടെന്ന് ഒറ്റ വാക്കിൽ ഒരു മോശം ഡയലോഗ് പറയുന്നതിലും നല്ലതൊന്നും ചിന്തിക്കാനുള്ള സമയം ആരും എടുക്കത്തില്ലല്ലോ. അപ്പോൾ അതൊക്കെ അങ്ങനെ കിടക്കും. അപ്പോൾ അതാണ് മനസ്സിലാക്കേണ്ട കാര്യം. അതാണ് ജ്യോതിഷം. ഇങ്ങനെയാണ് നിങ്ങൾ ജ്യോതിഷത്തെ വേർതിരിച്ചറിയേണ്ടത്.
അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്കിതിലൂടെ മറ്റൊരു കാര്യം നേട്ടം നിങ്ങൾക്കറിയാൻ പറ്റും. അതായത് ഇപ്പം നാളെ ശനിയാഴ്ച ദിവസം നിങ്ങൾക്ക് മാനസികവും ശാരീരികവുമായിട്ടുള്ള ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഉള്ള ഒരു ജാതകനാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ജനിച്ച സമയത്തും ഈ ചന്ദ്രൻ അനുകൂലമായ ഒരു ഗ്രഹമല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോഴും മാനസികവും ശാരീരികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഈ ചന്ദ്രൻ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം നാളെ നിങ്ങൾക്ക് മാനസികവും ശാരീരികവുമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടോ പ്രയാസമോ ശാരീരികമായിട്ടുള്ള ഒരു പ്രയാസമോ വന്നില്ല എങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ മാതാവിന് ഒരു പ്രശ്നവും വന്നില്ല എങ്കിൽ, നിങ്ങൾ ആരോഗ്യവാനാണ്, ഹാപ്പിയാണ്, സന്തോഷമുള്ളവനാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ജനിച്ച സമയത്ത് ചന്ദ്രൻ ബലവാനായിരുന്നു എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പോൾ ജനിച്ച സമയത്ത് ശനിയും ചന്ദ്രനും ദോഷം ചെയ്യുന്ന ഗ്രഹമായിരുന്നില്ല. ശനിക്ക് ചന്ദ്രനോട് ശത്രുത കാണിക്കാൻ പറ്റിയൊരു സാഹചര്യമായിരുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് വേർതിരിച്ച് നിങ്ങൾക്ക് വിവേകത്തോടു കൂടി ചിന്തിച്ച് ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയാണ് ഞാൻ ഇത്രയും വ്യക്തമായിട്ടാണ് നക്ഷത്രഫലം പറഞ്ഞിരുന്നത്. അപ്പോൾ ഇനി ഈ തുലാക്കൂറുകാരുടെ കാര്യം പറയാം. തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം ചോതി വിശാഖം 3/4 നാളുകാർക്ക് അവർക്ക് 5-ൽ ശനി നിന്നാൽ കാര്യതടസ്സമാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. ഏത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും അവിടെ എല്ലാം തടസ്സങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകും. പക്ഷേങ്കിൽ ഈ അവരുടെ ജന്മഭാവത്തിൻ്റെ അധിപനായ ശുക്രനുമായിട്ടാണ് ചേർന്ന് നിൽക്കുന്നത്. അതുകൊണ്ടൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകും എന്ന് പറഞ്ഞാൽ ഒരു വളരെ സൗഹൃദപരമായ ഒരു പ്രവർത്തനം അവിടെ നടക്കും. അപ്പോൾ ശനി എന്ന് പറയുന്ന ഗ്രഹം ശുക്രനുമായിട്ട് ചേർന്നുകൊണ്ട് സ്ത്രീകൾ മുഖേനയുള്ള ഒരു കാര്യവിജയം പ്രതീക്ഷിക്കാം. സ്ത്രീകൾ ഒരു തുലാക്കൂറുകാർക്ക് വേണ്ടി സ്ത്രീകൾ ഒരു കാര്യത്തിന് ഇടപെട്ടാൽ അവിടെ വിജയമുണ്ടാകുമെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പോൾ സ്ത്രീകൾ മുഖേനയുള്ള കാര്യവിജയമാണ് തുലാക്കൂറുകാർക്ക് ഈ ശനിയാഴ്ച ദിവസം ഏറ്റവും കൂടുതലായിട്ട് അനുഭവത്തിൽ വന്നു ചേരാനുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഇവർക്ക് സുഹൃത്തുക്കൾ സഹോദരങ്ങളുടെ ഭാഗത്തു നിന്നുള്ള തിക്താനുഭവങ്ങളൊക്കെ ഒരു പരിധിവരെ ഉണ്ടാകാം. ദൈവാധീനക്കുറവൊക്കെ അനുഭവത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ ഉദ്ദേശിച്ച പോലെ മുന്നേറുവാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ നിലവിലുണ്ട്. പക്ഷേ എങ്കിൽ ഈ ശനിയാഴ്ച ദിവസം ഒരു സ്ത്രീയുടെ സഹായത്തോടു കൂടി ഒരു കാര്യത്തിൽ ഏർപ്പെട്ടാൽ അവിടെ വിജയം കൈവരിക്കാൻ പറ്റുമെന്നുള്ളതാണ് തുലാക്കൂറുകാരെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇനി വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം കേട്ട നാളുകാരെ സംബന്ധിച്ച് അവർ വളരെ ഭാരപ്പെടുന്നൊരു സമയമാണ്. ഭൂമി, വീട്, വസ്തു, വാഹനമൊക്കെ സംബന്ധിച്ച് ഭയങ്കര പ്രയാസത്തിൽ കൂടി കഴിഞ്ഞു പോകുന്നൊരു സമയമാണ്. അവരുടെ സമയം വളരെ മോശമാണ്. 4-ൽ ശനി നിൽക്കുന്നു. എന്നാൽ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ലാതെ ഹാപ്പിയായിട്ട് ജീവിക്കുന്നുണ്ട്. പുതിയ വാഹനം വാങ്ങിക്കുന്നവരുണ്ട്, വസ്തു വാങ്ങിക്കുന്നവരുണ്ട്, വീട് വാങ്ങിക്കുന്നവരുണ്ട്. അവരൊക്കെ ഈ നക്ഷത്രഫലം കേട്ട് കഴിഞ്ഞാൽ അവരന്നേരം എന്ത് ചെയ്യും? അന്നേരം ഫോൺ എടുത്ത് വെച്ച് വോയിസ് ഇടും. ആ മോനെ, ഈ മോനെ എന്നൊക്കെ പറഞ്ഞ് വോയിസ് ഇടും. അതിൻ്റെ കാരണം എന്താണ്? അവരുടെ പ്രായമനുസരിച്ച്, അവരുടെ ദശാകാലം അനുസരിച്ച് അവർക്ക് നല്ല സമയമായിരിക്കാം. ഇപ്പോൾ ഈ മാർച്ച് 5-ലെ ഗ്രഹനില അവർക്ക് ഒന്നുമല്ല. കാരണം അവർ ജനിച്ച സമയത്ത് ഗ്രഹനില പ്രകാരം നല്ല ശക്തിയുള്ള ഗ്രഹങ്ങളാണ് അവിടെ ഉള്ളത്. മാർച്ച് 5-ലെ ഗ്രഹനില പ്രകാരമുള്ള അനുഭവം അവർക്ക് വലിയ ഗുണമൊന്നും ചെയ്യുന്നില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം മാർച്ച് 5-ലെ ഗ്രഹനിലയേക്കാളും കൂടുതൽ പവർഫുള്ളായിട്ടൊരു ഗ്രഹനില അവർ ജനിച്ച സമയത്തുണ്ട്. ശനി അവർക്ക് ഇഷ്ടഭാവത്തെ ചെയ്യുന്നൊരു ഗ്രഹമാണ്. ശുക്രൻ ഇഷ്ടഭാവത്തെ ചെയ്യുന്ന ഗ്രഹമാണ്. ചന്ദ്രൻ ഇഷ്ടഭാവത്തെ ചെയ്യുന്നൊരു ഗ്രഹമാണ്. അവർ ഈ ശനിയാഴ്ച ദിവസം പുതിയ വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ച് വാങ്ങിച്ച് അവർ ഏറ്റവും പുതിയ ആഡംബര കാറിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ അവർ ചാരവശാൽ ഈ ഗ്രഹനില, ഈ നക്ഷത്രഫലം കേട്ടുകഴിഞ്ഞാൽ അവർ എന്നെ കളിയാക്കും, അല്ലെങ്കിൽ അസഭ്യ വാക്കുകൾ ഉപയോഗിച്ച് കമൻ്റ് ഇടും. അപ്പോൾ അതാണ്, ഇങ്ങനെയാണ്. പക്ഷേങ്കിൽ ഒട്ടുമിക്ക ആൾക്കാരും എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ളവർ, പരിചയക്കാരായിട്ടുള്ളവർ, ബന്ധുക്കളായിട്ടുള്ളവരൊക്കെ ഈ വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം കേട്ട നാളുകാർ വളരെ ഭാരപ്പെടുകയാണ്. അതിൻ്റെ കാരണം അവർ ജനിച്ച സമയത്ത് ഈ ശനി അവർക്ക് ദോഷം ചെയ്യുന്നൊരു ഗ്രഹമായിരുന്നു. അപ്പോൾ ആ അനുഭവമാണ് ഈ ശനിയാഴ്ച ദിവസവും വന്നു ചേരുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. കുടുംബസുഖം ഉണ്ടോ? ഉണ്ട്. ധനപരമായ നേട്ടം ഉണ്ടോ? ഉണ്ട്. ദാമ്പത്യ ജീവിത വിജയമുണ്ടോ? ഉണ്ട്. പക്ഷെങ്കിൽ ഇതൊന്നും പ്രാബല്യത്തിലായിട്ട് അങ്ങനെ കാണുന്നുമില്ല. ഗ്രഹങ്ങൾ നിൽക്കുന്ന സ്ഥിതി വെച്ച് നോക്കുമ്പോൾ 2-ലെ 2-ാം ഭാവത്തിൻ്റെ അധിപനായ വ്യാഴം 7-ാം ഭാവത്തിൽ നിൽക്കുന്നു. മാരകഭാവത്തിൻ്റെ അധിപനാണ് 7-ാം ഭാവത്തിൽ നിൽക്കുന്നത്. എങ്കിൽ പോലും വ്യാഴം ഒരു ശുഭഗ്രഹമല്ലേ? നല്ല ദാമ്പത്യ ജീവിതവും കുടുംബസുഖവും ഒക്കെ ഉണ്ടാകേണ്ട സമയമാണ്. പക്ഷേ ഉണ്ടാകുന്നില്ല. ഇനിയും ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പൂരാട, ഉത്രാടം, കാൽ നാളുകാരെ സംബന്ധിച്ച് ഈ ശനിയാഴ്ച ദിവസം അനുകൂലമായ അനുഭവങ്ങൾ അവർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ്. കുടുംബത്തിൻ്റെ സ്ഥിതി ഒരുപക്ഷെ മോശമാകാം. കുടുംബത്തിൻ്റെ സ്ഥിതി മോശമാകുവാൻ സാധ്യതയുണ്ടെങ്കിലും സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുതലായവരുടെ ഭാഗത്തു നിന്നും, പ്രായമായവരുടെയും മുതിർന്നവരുടെയും ഭാഗത്തു നിന്നും സ്ത്രീകൾ മുഖേനയുള്ള സഹായ സഹകരണങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നു ചേർന്ന് നല്ല അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയമാണ്. രോഗത്താലോ ശത്രുതകളാലോ കടഭാരത്താലോ വലിയ പ്രയാസവും പ്രതിസന്ധിയൊന്നും അവർക്ക് ഇല്ല. അതുപോലെ തന്നെ ഇവർക്ക് 7-ാം ഭാവത്തിൻ്റെ അധിപനായ ബുധൻ ജന്മഭാവത്തിൽ നിൽക്കുന്ന ഒരു സമയമാണല്ലോ. അപ്പോൾ അറിവ് കൊണ്ടും വിദ്യ കൊണ്ടും വിജ്ഞാനം കൊണ്ടും ഒക്കെ ഇവർ നല്ല പെരുമാറ്റം ഉള്ള ഒരു സമയമാണിപ്പോൾ.
അപ്പോൾ അങ്ങനെ വലിയ ദോഷമായിട്ടൊന്നും വരാൻ സാധ്യതയില്ലെങ്കിൽ കുടുംബസുഖവും ധനപരമായ നേട്ടവും കാര്യമായി ഉണ്ടാകണമെന്നില്ല. പ്രത്യേകിച്ച് സൂര്യൻ മകരൻ രാശിയിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ധനപരമായ ബുദ്ധിമുട്ടും കുടുംബത്തിൻ്റെ സ്ഥിതി മോശമാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മക്കളെ കൊണ്ട് ഇവർ വേദനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നുള്ളതാണ് ഒരു പ്രത്യേകത. അപ്പോൾ അത് പരിഹരിക്കപ്പെടും. ഈ മകരമാസം 8-ാം തീയതി കഴിയുമ്പോൾ മക്കളുടെ സ്ഥിതിയൊക്കെ അനുകൂലമാകും. അപ്പോൾ നല്ല അനുഭവങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് പറഞ്ഞു തരുവാനുള്ളത്. ഇനി മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം 2 പാദം നാളുകാരെ സംബന്ധിച്ച് തൊഴിൽ ഗുണവും കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ നല്ല അനുഭവങ്ങളിൽ കൂടി പോകുന്ന ഒരു സമയമാണ്. ചിലരെ സംബന്ധിച്ച് നീചമായ ബന്ധത്തിലും നീചമായ കൂട്ടുകെട്ടിലുമൊക്കെ അകപ്പെടുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതൊരു വിഷയമുണ്ട്. അതുപോലെ തന്നെ ചിലർക്ക് രോഗദുഃഖ ദുരിതങ്ങൾ വന്ന് ആശുപത്രിവാസത്തിനുള്ള സാധ്യതയുണ്ട്. അതെല്ലാം മാറും, ഉടൻ തന്നെ അത് മാറും. ചിലർക്ക് ധനപരമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്, അത് മാറും. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അതൊക്കെ മാറും. അപ്പോൾ എന്തായാലും ശനിയാഴ്ച ദിവസം ശനി എന്ന് പറയുന്ന ഗ്രഹം ജനിച്ച സമയത്ത് ഇഷ്ടഭാവത്തിൽ നിൽക്കുന്നവർക്കൊക്കെ ശനീശ്വരനെ കൊണ്ട് അനുഗ്രഹം വന്നിരുന്നൊരു ദിവസമാണ് ഈ ശനിയാഴ്ച ദിവസം എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം 2 പാദം ചതയം പുരട്ടാതി മുക്കാൽ നാളുകാർക്ക് ഈ ശനിയാഴ്ച ദിവസം അവർക്ക് അവരുടെ ജന്മഭാവത്തിൽ ശനി ശുക്ര യോഗം നടക്കുന്നൊരു ദിവസമാണ്. അപ്പോൾ ഭാഗ്യാനുഭവങ്ങൾ അവരെ തേടി വരുന്ന ഒരു ദിവസമാണെന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഭാഗ്യകരമായ അനുഭവങ്ങളൊക്കെ അവർക്ക് ഉണ്ടാകുന്ന ഒരു ദിവസമാണ് കുംഭക്കൂറുകാർക്ക്. ജന്മത്തിൽ ശനി നിന്നാൽ പലരും മോശമായ പ്രവർത്തനങ്ങളിൽ അകപ്പെട്ട് അല്ലെങ്കിൽ ജീവിതം വളരെ കഷ്ടതയിലും പ്രയാസത്തിലും ജന്മശനിയുടെ ഭാഗമായിട്ടുള്ള ദുരിതങ്ങളൊക്കെ അവർ അനുഭവിക്കേണ്ടി വരും. പക്ഷേ ഈ ശനിയാഴ്ച ദിവസം ശുക്രനുമായി ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് അപ്പോൾ സ്ത്രീകൾ മുഖേനയുള്ള ഒരു നേട്ടം അല്ലെങ്കിൽ സുന്ദരികളായിട്ടുള്ള സ്ത്രീകളുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയിൽ കൂടി അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഒരു സമാഗമത്തിൽ കൂടി ഒരു നേട്ടം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. ഭാഗ്യകരമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് കുംഭക്കൂറുകാരെ സംബന്ധിച്ച്. അതുകൊണ്ടാണ് ഞാൻ തലക്കെട്ടിൽ സുന്ദരി സമാഗമം എന്ന് എഴുതിയിരിക്കുന്നത്. കുംഭക്കൂറുകാരെ സംബന്ധിച്ച് സുന്ദരികളായിട്ടുള്ള സ്ത്രീകളുമായിട്ട് അവർ കൂടിച്ചേരുവാനും അവർ മുഖേന കാര്യവിജയവും നേട്ടവും ജീവിതത്തിൽ വന്നു ചേരുവാനും സാധ്യതയുള്ള ഒരു ദിവസമാണെന്നുള്ളതാണ്. ശുക്രനും ശനിയും ഒരുമിച്ച് നിൽക്കുന്നു. അപ്പോൾ സുന്ദരി സമാഗമം എന്നാണ് ജ്യോതിഷം അതിന് പറയുന്നത്. അപ്പോൾ അത് കുംഭക്കൂറുകാർക്കാണ് ആ അനുഭവം വന്നു ചേരുവാൻ സാധ്യതയുള്ളത്. അപ്പോൾ അതിൻ്റേതായ അനുഭവം ഈ കുംഭക്കൂറുകാർക്ക് ലഭിക്കും. എന്നാൽ ജനിച്ച സമയത്ത് ശനിയും ശുക്രനും ദോഷം ചെയ്യുന്ന ഗ്രഹമായിട്ടുള്ള ഗ്രഹനിലയുള്ള ജാതകർക്ക് ഈ പറഞ്ഞ ഒരു ഫലവും അവരുടെ ജീവിതത്തിൽ വന്നു ചേരത്തില്ല. ദൈവത്തെ ഓർത്ത് ദയവായിട്ട് മോശം വാക്കുകൾ ഉപയോഗിച്ച് കമൻ്റ് ഇടരുത്. നിങ്ങളുടെ ഗ്രഹനില നോക്കിയല്ല ഞാൻ പറയുന്നത്. ജ്യോതിഷം പറയുന്നത് ഇങ്ങനെയാണ്: ശനിയും ശുക്രനും ഒരുമിച്ച് നിന്നാൽ സുന്ദരി സമാഗമം ജാതകർക്കുണ്ടാകുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ പുരുഷ ജാതകർക്ക് സുന്ദരിയായ സ്ത്രീകളുമായിട്ടുള്ള സമാഗമം ഉണ്ടാകും. സ്ത്രീ ജാതകരാണെങ്കിൽ സുന്ദരന്മാരായിട്ടുള്ളവരുമായിട്ടുള്ള സമാഗമം ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. ഇനി മീനക്കൂറുകാരുടെ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. മീനക്കൂറിൽപ്പെട്ട പുരട്ടാതികൾ ഉത്രട്ടാതി രേവതി നാളുകാർക്ക് 12-ൽ 2 ഗ്രഹങ്ങൾ നിൽക്കുന്ന ഒരു ശനിയാഴ്ച ദിവസമാണ്. ശനി 12-ൽ നിൽക്കുന്നു, നല്ലതല്ല. ശനി 12-ൽ നിൽക്കുന്നത് വളരെ ദോഷം ചെയ്യുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അതുപോലെ തന്നെ ശുക്രനും ഇവരുടെ അഷ്ടമത്തിൻ്റെ അധിപനായ ശുക്രനും 12-ൽ നിൽക്കുന്നു. അപ്പോൾ അതും നല്ലതല്ല. അപ്പോൾ ശുക്രൻ 12-ൽ നിന്നാൽ ദോഷം ചെയ്യില്ലെന്ന് ജ്യോതിഷം പറയുന്നുണ്ട്. എങ്കിലും ചില കാര്യങ്ങളിൽ ദോഷം ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു ആശ്വാസം എന്ന് പറഞ്ഞാൽ ശനിയുടെ ദോഷത്തെ ശുക്രൻ ഒരു പരിധിവരെ ഇല്ലാതാക്കും. അതുപോലെ തന്നെ ശുക്രൻ ദോഷമൊന്നും ചെയ്യാതെ നിൽക്കുമെങ്കിലും ചില കാര്യങ്ങളിൽ ശുക്രൻ ദോഷം ചെയ്യുകയും ചെയ്യും. അതായത് ബന്ധുക്കളുമായിട്ടുള്ള ഒരു അകൽച്ചയ്ക്ക് സാധ്യത ഉണ്ടാക്കും. അതാണ് ശുക്രൻ ചെയ്യുന്നൊരു ദോഷം. മറ്റു പല കാര്യങ്ങളിൽ ശനി ചെയ്യുന്ന ദോഷത്തെയൊക്കെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സമ്മിശ്രമായ അനുഭവമായിരിക്കും ഈ ജാതകർക്ക് മീനക്കൂറുകാർക്ക് വന്നു ചേരുക എന്ന് പറഞ്ഞാൽ. 12-ലെ ശനി രോഗത്തെ, ദുഃഖത്തെ, ധനവ്യയത്തെ, പലവിധമായ കഷ്ടതകളെയൊക്കെ കൊടുക്കും. ജനിച്ച സമയത്ത് ശനി അനിഷ്ടസ്ഥാന സ്ഥിതനാണെങ്കിൽ ഈ 2.5 വർഷക്കാലം ഇവർ ഒരുപാട് പ്രതിസന്ധികളിൽ കൂടി കടന്നു പോയിട്ടുള്ളവരാണെന്നുള്ളത് അവർക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ ശനിയാഴ്ച ദിവസം ശുക്രനും കൂടെ നിൽക്കുന്നത് കൊണ്ട് വലിയൊരു കഷ്ടതയാണ് വന്നു ചേരേണ്ടത്. അഷ്ടമത്തിൻ്റെ അധിപനും കൂടിയാണ്. ആയുസ്സിനെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകേണ്ടതാണ്. എന്നാൽ 12-ാം ഭാവത്തിൽ നിന്നുകൊണ്ട് വലിയ ദോഷം ചെയ്യാത്തൊരു ഗ്രഹമാണ് ശുക്രൻ എന്നുള്ള പേരുള്ളത് കൊണ്ട് ശനിയുടെ ദോഷത്തെയൊക്കെ ഒരു പരിധിവരെ ഇല്ലാതാക്കി ജാതകർക്ക് സുഖവും ദുഃഖവും കലർന്ന സമ്മിശ്രമായ അനുഭവത്തെ കൊടുക്കുമെന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രഫലമായി പറയുവാനുള്ളത്. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബുധൻ എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ അനുഗ്രഹമുള്ളവർ മാത്രം കമൻറ്റ് ചെയ്യുക. കാരണം ബുധൻ എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ അനുഗ്രഹമുള്ളവർ നല്ല വാക്കുകൾ കൊണ്ട് കമൻറ്റ് ചെയ്യും. അവർ മാത്രം കമൻറ്റ് ചെയ്യുക. ബുധൻ എന്ന് പറയുന്ന അനിഷ്ടസ്ഥാന സ്ഥിതനായിട്ടുള്ള ജാതകരാണെങ്കിൽ ദൈവത്തെ ഓർത്ത് കമൻറ്റ് ചെയ്യേണ്ട. ഉപകാരം ചെയ്തില്ലെങ്കിൽ ഉപദ്രവിക്കാതിരിക്കുക.
നിങ്ങളുടെ സമയം മോശമാണ്, നിങ്ങൾക്ക് മോശമായ വാക്കുകളൊക്കെ വായിൽ വരികയുള്ളൂ. അത് നിങ്ങളുടെ കുഴപ്പമല്ല, സമയദോഷം കൊണ്ടാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ സംസാരിക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ വായിൽ അല്ലെങ്കിൽ നാവിൽ മോശമായ വാക്കുകളാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് സരസ്വതി ദേവിയുടെ അനുഗ്രഹമില്ല. അതുപോലെ തന്നെ കുജൻ എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ ദോഷവും നിങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ദേഷ്യവും മോശമായ വാക്കുകളും നിങ്ങളിൽ വന്നു ചേരുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതിനുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്തു പോയാൽ നിങ്ങളൊരു നല്ല വ്യക്തിയായി, സംസ്കാരമുള്ള ഒരു വ്യക്തിയായി മാറുവാൻ കഴിയും. മഹാദേവൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.